ഉത്സവങ്ങൾ കൂടിയാലും നമ്മൾക്ക് ഏറ്റവും നൊസ്റ്റാൾജിയസ് ഉണ്ടാവുക തറവാട്ട് ഉത്സവങ്ങൾക്കാണല്ലോ. അത്തരത്തിലൊരു ലോഡ് നൊസ്റ്റാൾജിയ കിട്ടുന്ന ഒന്നാണ് എനിക്ക് കക്കാട്ടുമ്മലി ഉത്സവം. ഇപ്രാവശ്യം കാലൊക്കെ ഒടിഞ്ഞിരിക്കുന്നത് കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഫുൾ കോൺഫിഡൻസ് എന്ന് എന്നെ പൊക്കിയെടുത്ത് കാവിലെത്തിച്ചത്. ഐ ആം ഹാപ്പി. എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയി തോന്നിയ കാര്യം ഇത്തവണത്തെ ആനയെന്നുള്ളതാണ്. പൊതുവെ ആനകളെ കൊണ്ടുവന്ന് ഉത്സവത്തിനിട്ട് കഷ്ടപ്പെടുത്തുന്നത് കാണാൻ ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് അത്തരം സിറ്റുവേഷൻസ് മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇത്തവണ ഞാൻ എക്സൈറ്റഡ് ആവാൻ കാരണം ഗജരാജൻ പൈങ്ങോട്ടുപുറം ശ്രീമുരുകനാണ്. ഇത് ആക്ച്വലി ഒരു ഫൈബർ ആനയാണ്. ആനച്ചന്തം ആസ്വദിക്കുകയും ചെയ്യാം, മനഃപൂർവ്വം ഒന്നിനെ വിഷമിപ്പിക്കുകയും വേണ്ട. തിറ കെട്ടിയാടുന്ന കാഴ്ചകളൊക്കെ എന്ത് രസമാണല്ലേ. ഇനിയിപ്പോൾ ഉത്സവകാലാണ്, ഓർമ്മകളൊക്കെ പൊടി തട്ടിയെടുക്കാം. സീസണൽ നൊസ്റ്റാൾജിക്ക് അല്ലെങ്കിലും വൈബ് കൂടുതലാണല്ലോ. എന്നാലും ഇടയ്ക്കൊരു തള്ള വൈബ് വരുമ്പോൾ എന്തോ ഉത്സവങ്ങൾക്കൊന്നും പണ്ടത്തെ ചന്തയില്ലാന്ന് എനിക്ക് തോന്നാറുണ്ട്. വാട്ട് അബൌട്ട് യു ഗൈസ്? ഉത്സവത്തിന് കൂടിയ രണ്ടുണ്ട് കാര്യം: ഉത്സവം കാണാം, ഒരു ഫാമിലി ഗെറ്റ് ടുഗദറുമായി. പഴയ ദിവസങ്ങളുടെ ഒക്കെ ഓർമ്മയുണ്ടാവും ഓരോ ഉത്സവങ്ങൾക്കും. വെടിക്കെട്ടും ആനയും ചെണ്ടമോളും ഒക്കെ മെമ്മറീസാണ്. അതൊക്കെ ഇരിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇക്കൊല്ലത്തെ നിങ്ങളുടെ ഉത്സവ വിശേഷങ്ങൾ?